ഹലോ, നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു 16 വയസ്സായ കുട്ടിയെ കൽപ്പറ്റയിൽ ഒരു 2-3 തെമ്മാടികൾ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഒരു അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്കത് പറ്റിയിട്ടില്ല. പിന്നെ പണ്ട് എൻ്റെ മോനെയും പാർട്ടിപരമായിട്ട് കുറച്ച് പേര് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ അവന്മാരെ കാണുമ്പോൾ ഏറ്റവും വലിയ ഒരു വെറുക്കപ്പെട്ട മനുഷ്യരിൽ എങ്ങനെയാണ് ഞാൻ അവരിനെ എപ്പോഴും കാണുന്നത്. എൻ്റെ മകന് അതിന് പകരം കൊടുക്കാൻ എൻ്റെ മകന് സാധിച്ചില്ല. കാരണം എൻ്റെ മകൻ മരിച്ചുപോയി. എനിക്ക് പകരം വീട്ടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ളൊരവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരമ്മ എന്നുള്ളൊരു നിലയ്ക്ക് ഇതിനു മുമ്പ് വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിയെ 3-4 പേര് ചേർന്ന് കൊന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഗവൺമെൻറ് നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരാത്തോടത്തോളം കാലം നമ്മുടെ കേരളവും ഇന്ത്യയും നശിച്ചു പോവുകയുള്ളൂ. ഇതുമാതിരിയുള്ള തെമ്മാടി കൂട്ടങ്ങളെ അന്ന് അവരെ സ്കൂളിലേക്കും അവരിനെ പരീക്ഷ എഴുതാനും എല്ലാത്തിനും അനുവദിച്ചുകൊണ്ട് പോലീസിൻ്റെ കാവലോട് കൂടിയിട്ട് അന്ന് സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തെമ്മാടികൾക്ക് ഈ നിയമത്തിൽ ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള 10, 15, 16 വയസ്സായ പിള്ളേർ ഒരു പേടിയുണ്ടാകും. ഈ നിയമവ്യവസ്ഥകളിൽ പീഡനം, കൊലപാതകം, ഇതുപോലെ അടിതടി, കക്കൽ, പിന്നെ എന്താണ് പെണ്ണുങ്ങൾ അങ്ങോട്ട് ഓടിപ്പോവുക, ആണുങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, ആണുങ്ങൾ അങ്ങോട്ട് പോവുക, ഈ വക തെറ്റുകൾ നടക്കുമ്പോൾ ഈ തെറ്റിനെല്ലാം ഒരു നിയമവ്യവസ്ഥയിൽ കുറ്റമുണ്ടെങ്കിലും അത് ഗൾഫ് നാടുകളിൽ പോലെ കഠിനമായ ശിക്ഷയല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളം ഇതുപോലെ നാറിയ കേരളമായിട്ട് മാറിയിരിക്കുന്നത്. ഒന്നാമത്തത്, ആഭ്യന്തരമന്ത്രി ശരിയല്ല. 2, ശിക്ഷകൾ ശരിയല്ല. ഇപ്പോൾ നമ്മുടെ ജയിലുകളിൽ പോയാൽ സുഖമായ ഭക്ഷണം, മുട്ട, പാല്, ഇറച്ചി, മീൻ, ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, അതിന് പുറമെ അവർക്ക് ശമ്പളവും കൂട്ടി. അപ്പോൾ ഇന്ന് കാലത്തുള്ള തലമുറകൾ ചിന്തിക്കുന്നത്, പണ്ടുള്ള ആൾക്കാർക്കാണ് പോലീസ്, ജയിൽ എന്ന് പറയുമ്പോൾ നാണക്കേടും പേടിയും ഉണ്ടായിരുന്നത്. ഇന്നത്തെ തലമുറകളിലെ പിള്ളേർ ജോലിക്ക് പോകാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നാലോചിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേർ ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണ്, എങ്ങനെയെങ്കിലും ജയിലിൽ പോയാൽ സുഖസുന്ദരമായിട്ട് ഭക്ഷണവും കഴിക്കുക, ഇറങ്ങി വരുമ്പോൾ ഇത്ര പണവും കിട്ടും എന്നുള്ളൊരു മൈൻഡ് അവരുടെ തലയിലേക്ക് നമ്മളുടെ കേരള ഗവൺമെൻറ് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണത്തിൽ പോലും വിവരം പഠിക്കാത്ത മനുഷ്യർ ഇനി എന്നാണ് പഠിക്കുക? ഒന്നാമത്തത് സാധനങ്ങൾക്ക് വില, രണ്ടാമത്തത് ലഹരി വസ്തുക്കളിൻ്റെ താല്ലിപ്പൊളിയായിട്ടുള്ള വിൽപ്പന ഇന്ത്യയിൽ മൊത്തം. ഇനി ഒരവസരം ഈ ഇന്ത്യയിൽ കേന്ദ്രം ഭരിക്കുന്നവർക്കായാലും കേരളം ഭരിക്കുന്നവർക്കായാലും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഏതാൾക്കാരായാലും ഒരവസരം ജനങ്ങൾക്ക് കൊടുക്കണം. എന്തെന്നറിയോ? സ്വന്തമായിട്ട് വീടുകളിൽ ചാരായം കാച്ചാനും സ്വന്തമായിട്ട് കഞ്ചാവ് ചെടി വയ്ക്കാനും ലഹരി വസ്തുക്കളിൻ്റെ ഉപയോഗം സ്വന്തമായിട്ട് ചെയ്യാനും ഒരുള്ള ലൈസൻസും കൂടി ഒന്ന് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇതിലും സന്തോഷത്തിൽ ജീവിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കളിയാക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളുടെ നിയമവ്യവസ്ഥയിൽ മാറാത്തോടത്തോളം കാലം ഒരിക്കലും കലികാലമാണെന്നൊക്കെ പറയുന്നു. ദൈവികമായിട്ട് കേൾക്കുമ്പോഴും പറയുന്നു കലികാലമായി, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണതെന്ന്. അപ്പനമ്മമാരെ ബഹുമാനമില്ല, കൂടപ്പറപ്പുകളെ സ്നേഹമില്ല, അമ്മ പെങ്ങന്മാർ, അച്ഛൻ ആങ്ങള എന്നുള്ള ബന്ധങ്ങളില്ല. അതുകൊണ്ട് എന്തെല്ലാം ഈ ലോകത്ത് സ്വന്തം മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനും അമ്മയെ കൊല്ലുന്നു, കൂടപ്പറപ്പുകൾ കൂടപ്പറപ്പുകളെ കൊല്ലുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഗൾഫിൽ ജീവിച്ച ആൾക്കാരാണെങ്കിൽ ഈ തെറ്റുകൾ ചെയ്യില്ല. എന്താന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് നാടുകളിൽ ഇന്ന തെറ്റ് ചെയ്താൽ ഇന്നതാണ് നടക്കുക, ഇന്ന തെറ്റ് ചെയ്താൽ ഇന്നതാണ് നടക്കുക എന്ന് ഗൾഫിൽ ജീവിച്ച ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർക്കൊരു പേടി ഉണ്ടാകും. അതാണ് ഗൾഫ് നാട് എന്നുള്ളൊരു പ്രത്യേകത.
എത്ര തെമ്മാടിത്തരമുള്ളവനാണെങ്കിൽ ഗൾഫ് നാട്ടിൽ പോയാൽ നേരാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ നിയമത്തെ പേടിച്ചിട്ടാണ്, അവിടുത്തെ പോലീസിനെ പേടിച്ചിട്ടാണ്, അവിടുത്തെ ആഭ്യന്തരത്തെ പേടിച്ചിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ ആഭ്യന്തരത്തിനെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല, ഭരിക്കുന്ന ഭരണകർത്താക്കളെയും പേടിയില്ല, മുഖ്യമന്ത്രിനെയും പേടിയില്ല. നമ്മൾ വോട്ട് കൊടുത്ത് കയറ്റിയിരുന്ന ആൾക്കാർ വരെ നമ്മളെ അത്രമാത്രം ചെയ്യുന്നത് കൊണ്ടാണ്. നിയമത്തെ എന്ന് മാറ്റി എഴുതുന്നോ അന്നേ നമ്മുടെ ഇന്ത്യ നേരാകുള്ളൂ, ഇല്ലെങ്കിൽ കേരളം നേരാകുള്ളൂ. എന്തുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയാൻ തമിഴ്നാട്ടിൽ ഇത്രയൊന്നും നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേൾക്കുമ്പോൾ. ഈ കേരളത്തിൽ മാത്രം എന്താ ഇത്ര അതമ്പതിച്ച് പോയിരിക്കുന്നത്? നമ്മളുടെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണം ഉണ്ടല്ലോ, അത്ര നല്ല ഭരണം ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇമ്മാതിരി കഞ്ചാവും കള്ളും കള്ളപ്പണവും കൊല്ലും കൊലയും അടിതടിയും ചെറിയ പിള്ളേരിനെ വരെ പീഡിപ്പിക്കലും ചെറിയ കുട്ടികളെ വിളിച്ചു വരുത്തി തല്ലലും ഏത് അപ്പനും അമ്മയ്ക്ക് സഹിക്കും? അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് കുട്ടികളിനെയല്ല പറയേണ്ടത്, ഈ ഭരണത്തെ എടുത്ത് കളയാത്തോടത്തോളം കാലം ഇങ്ങനെ വരുള്ളൂ. ഈ നാറിയ ഭരണം എന്ന് അവസാനിക്കുന്നോ അന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇന്ത്യക്കും കേരളത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുള്ളൂ. എന്നിട്ട് മനുഷ്യന്മാർ പഠിക്കുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾ പഠിക്കില്ല. കാരണം നിങ്ങൾക്ക് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നന്നാവാനും അവരുടെ സമൂഹത്തിലത്തെ അവരുടെ തലമുറയ്ക്ക് പണം ഉണ്ടാക്കാനും വേണ്ടിയാണ് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും തല്ലുവടിയും കടിയും കൂടുന്നത്. അല്ലാതെ നമ്മളെപ്പോലെയുള്ള പാവങ്ങളെ സംരക്ഷിക്കാനാണെന്ന് ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിന് മുന്നുള്ള ആൾക്കാരിനെ എനിക്ക് പരിചയമില്ല. കെ നയനാരോ EMS അവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ ഉമ്മൻചാണ്ടി സാറായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന ഒരു മന്ത്രിയായി ഇരുന്ന ആൾ. ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഈ നായ്ക്ക് എല്ലും കഷ്ണം ഇട്ടുകൊടുക്കും പോലെ ഇത് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് 1000 സ്ത്രീകൾക്ക് ഇല്ലെങ്കിൽ പെൻഷൻ ആ പെൻഷനിൽ കട്ട് തിന്നുന്നത് ഈ പെൻഷൻ വാങ്ങുന്ന നായ്ക്കൾക്ക് വല്ലതും അറിയുന്നുണ്ടോ? 200 രൂപ 300 രൂപ പെൻഷൻ പണ്ട് പോസ്റ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പെൻഷൻ പാർട്ടിക്കാർ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഓരോ പെൻഷനിൽ നിന്ന് 300 500 കട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ നിങ്ങൾക്കൊന്നും വിവരമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. പണ്ട് ചോര കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ. ഇപ്പം ചോര കൊണ്ടല്ല എഴുതുന്നത്, വാ തുറന്ന നുണ മാത്രം പറയാൻ വേണ്ടിയിട്ടൊരു പാർട്ടിയാണ് അവർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല കൊള്ള ആരും അറിയാതിരിക്കാനും ചോദ്യം ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ആ രാഘുവിനെ കൊണ്ടുപോയിട്ട് കുറേ പീഡനം ഉമ്മൻചാണ്ടി സാറിനെ പോലെ അവിടെ വെച്ച് പീഡിപ്പിച്ചു, ഇവിടെ വെച്ച് പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്ന് പറയാതല്ലാതെ ആ പെണ്ണുങ്ങൾ വന്നിട്ട് ഒന്ന് തെളിയിക്കാൻ പറ. ഇന്ന സമയത്ത് ഇത്ര മണിക്ക് എന്നെ ഇന്നവിടെ വെച്ച് പീഡിപ്പിച്ചു, എന്നെ ഇന്ന പോലെ ചെയ്തു, ഇന്നെവിടെയൊക്കെ പിടിച്ചു എന്നൊക്കെ പറയാൻ പറയും ഈ വന്ന സ്ത്രീകളുടെ അടുത്ത്. അങ്ങനെയാണല്ലോ പീഡനം തെളിയിക്കേണ്ടത്. അല്ലാതെ ഒരാൾ വായി കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകളിലുണ്ട്, ആ വീട്ടിലത്തെ ആരെങ്കിലും ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പീഡനമാകുമോ? അതിന് തെളിവുകൾ വേണ്ടേ? അപ്പോൾ ഓക്കെ.